Dear students, we are going to the next portion of digestion and absorption. ലാസ്റ്റ് പോർഷനിലേക്ക് പോവാണ്, അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് പ്രൊഡക്ട്സ്. ഇതുവരെ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം കണ്ടു, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്, ദെൻ ഹൗ ദ ഡൈജഷൻ ടേക്സ് പ്ലേസ്, ഓരോ റീജിയനിലും ഏതൊക്കെ ബയോമോളിക്യൂൾസിൻ്റെ ഡൈജഷനാണ് നടക്കുക, അതൊക്കെ നമ്മൾ കണ്ടു. സോ നെക്സ്റ്റ് വി ക്യാൻ പാസ് ഓൺ ടു അബ്സോർപ്ഷൻ. ഡൈജസ്റ്റഡ് പ്രൊഡക്ട്സ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുക, ഏത് റീജിയൻസിലാണ് അബ്സോർപ്ഷൻ നടക്കുക, അബ്സോർപ്ഷൻ നടക്കാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ്, what is absorption? Absorption is the transfer of end products of digestion from intestine to the circulatory fluids. ഡൈജഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കുറേ എൻഡ് പ്രൊഡക്ട്സ് കിട്ടിയിട്ടേ. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് മോളിക്യൂൾസിനെ അബ്സോർബിൾ ഫോമാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഡൈജഷൻ എന്ന് പറഞ്ഞത്. സോ നൗ ദ ഫുഡ് ഈസ് ഇൻ ദ അബ്സോർബിൾ ഫോം. അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലാണ് ഫുഡ് ഇപ്പോൾ ഇരിക്കുന്നത്. ഡൈജഷൻ കംപ്ലീറ്റഡ് ആയി നമ്മുടെ. നൗ വി ഹാവ് ടു, ദ ബോഡി ഹാസ് ടു അബ്സോർബ് ദ പ്രൊഡക്ട്സ്. ഈ അബ്സോർബ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലേക്കാണ് അബ്സോർബ് ചെയ്യുക. നമുക്ക് ബ്ലഡും ലിംഫും ആണ് ബോഡി ഫ്ലൂയിഡ്സ്. അതിലേക്ക് ഈ എൻഡ് പ്രൊഡക്ട്സ് ഓഫ് ഡൈജഷൻ അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് പ്രോസസ് കോൾഡ് ആസ് അബ്സോർപ്ഷൻ. അപ്പോൾ ബോഡി ഫ്ലൂയിഡ്സിലേക്ക് അബ്സോർബ് ചെയ്താൽ മാത്രമേ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് എത്തുള്ളൂ. നൗ ദർ ആർ ടു ടൈപ്സ് ഓഫ് അബ്സോർപ്ഷൻ that takes place in our body: passive absorption, active absorption. പാസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസീവായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ആൻഡ് യു ഹാവ് സ്റ്റഡിഡ് പാസീവ് വോയിസ് ആൻഡ് ആക്റ്റീവ് വോയിസ് അല്ലേ. പാസീവ് വോയിസിൽ ഫസ്റ്റ് പേഴ്സൺ ഒരു ഇനാക്റ്റീവ് ആണ്, ആൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും അവിടെ ഇല്ല. സോ സെയിം വേ ദ ബോഡി ഈസ് പാസീവ്. ബോഡി ഹാസ് നോ ഡയറക്റ്റ് റോൾ ഇൻ ദ കേസ് ഓഫ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ അല്ലെങ്കിൽ നോർമൽ വേയിൽ തന്നെ നടക്കും. സെക്കൻഡ് വൺ ഈസ് ആക്റ്റീവ് അബ്സോർപ്ഷൻ. ആക്റ്റീവ് അബ്സോർപ്ഷനിൽ ബോഡിയുടെ ഒരു പ്രത്യേക റോളുണ്ട്, എനർജി യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ നടക്കുന്ന അബ്സോർപ്ഷനാണ് ആക്റ്റീവ് അബ്സോർപ്ഷൻ. അതിൽ പാസീവ് അബ്സോർപ്ഷൻ ബോഡിയിൽ നടക്കുന്നത് ടു മെത്തേഡ്സ് ആയിട്ടാണ്. ഓസ്മോസിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ടർ മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിൽ മൂവ്മെൻറ്റ് നടക്കുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുക. അങ്ങനെ എവിടെയാണോ വാട്ടർ മോളിക്യൂൾസ് കൂടുതലുള്ളത് ആ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്തേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുക. ആൻഡ് ഇൻ ദർ വേ മെംബ്രെയിൻ ഓൾസോ. അപ്പോൾ ആ ഒരു സെമി പെർമബിൾ മെംബ്രെയിനിൽ കൂടിയാണ് ഈ ഓസ്മോസിസ് നടക്കുക. ദെൻ ഡിഫ്യൂഷനും സൊല്യൂട്ട് മോളിക്യൂൾസ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിൽ മൂവ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമുക്കറിയാം, കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറവ് സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു എനർജി യൂട്ടിലൈസേഷൻ ഇല്ല, എനർജിയുടെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള അബ്സോർപ്ഷനാണ് പാസീവ് അബ്സോർപ്ഷൻ. അതിൽ ഡിഫ്യൂഷൻ തന്നെ രണ്ട് മെത്തേഡ്സിലായിട്ട് നടക്കാം. സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണാം. സോ പാസീവ് ട്രാൻസ്പോർട്ട്, അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ വിതൗട്ട് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. ഇതാണ് പാസീവ് അബ്സോർപ്ഷൻ. ഓർക്കുക, അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് എവിടെ നിന്ന്? ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനുള്ള റീജിയനിലേക്കുള്ള മൂവ്മെൻറ്റ്. ഹിയർ ദ എനർജി എക്സ്പെൻഡിച്ചർ ഈസ് നിൽ ആണ്. എനർജി എക്സ്പെൻഡിച്ചർ ഒട്ടും ഇല്ല അവിടെ. അതിൽ വരുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ഓസ്മോസിസും ഡിഫ്യൂഷനും. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ സൊല്യൂട്ട് മോളിക്യൂൾസിൻ്റെ അബ്സോർപ്ഷൻ. ഡിഫ്യൂഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും. സിമ്പിൾ ഡിഫ്യൂഷനിൽ മോളിക്യൂൾസ് സ്വയം ഡിഫ്യൂസ്ഡ് ആയിക്കോളും. കോൺസെൻട്രേഷൻ അനുസരിച്ച് കൂടുതൽ സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്തോളും. എക്സാമ്പിൾ, small amounts of monosaccharides like glucose, amino acids, vitamins, electrolytes like chloride ions, etc. will diffuse. ഈ ions ഒക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറവ് സ്ഥലത്തേക്ക് ഡിഫ്യൂസ് ചെയ്തോളും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അവിടെ ഒരു ഹെൽപ്പർ ഉണ്ട്, ഒരു കാരിയർ പ്രോട്ടീൻ ഉണ്ട്. അതാണ് ഡിഫ്യൂഷനിൽ രണ്ട് ഡിഫ്യൂഷനുള്ള ഡിഫറൻസ് കേട്ടോ. ഫെസിലിറ്റേറ്റിന് ഒരു ഹെൽപ്പ് അവിടെ ഉണ്ട്, ആ ഹെൽപ്പ് ഈസ് ദ കാരിയർ പ്രോട്ടീൻ. ഡിഫ്യൂഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാരിയർ പ്രോട്ടീൻസ്. എക്സാമ്പിൾ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ഒക്കെ അങ്ങനെ ചില കാരിയർ പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോടെ ആണ് നമ്മുടെ ബോഡിയിൽ ചിലപ്പോൾ ഡിഫ്യൂസ്ഡ് ആവുക. അപ്പോൾ ആ ഡിഫ്യൂഷനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. രണ്ടും പാസീവ് ട്രാൻസ്പോർട്ടിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് പാസീവ് ട്രാൻസ്പോർട്ടാണ്. ഹിയർ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ലോവർ കോൺസെൻട്രേറ്റഡ് റീജിയൻ ടു ഹയർ കോൺസെൻട്രേറ്റഡ് റീജിയൻ. അപ്പോൾ കുറവുള്ള സ്ഥലത്ത് നിന്ന് കൂടുതൽ സ്ഥലത്തേക്ക് ന്യൂട്രിയൻസ് മൂവ് ചെയ്യണമെങ്കിൽ, അബ്സോർബ് ചെയ്യണമെങ്കിൽ
അത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അഗെയിൻസ്റ്റ് ആണ്. അതായത് സാധാരണ എപ്പോഴും നമുക്ക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് നടക്കുക ഹയർ റീജിയനിൽ നിന്ന് ലോവർ റീജിയനിലേക്കാണ് അല്ലേ. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ അത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അഗെയിൻസ്റ്റ് ആണ്. അവിടെ എനർജി ആവശ്യമാണ്. എക്സാമ്പിൾ അബ്സോർപ്ഷൻ ഓഫ് അമിനോ ആസിഡ്സ്, മോണോസാക്കറൈഡ്സ് ലൈക്ക് ഗ്ലൂക്കോസ്, ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം എക്സെട്ര. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. നമ്മൾ ഓരോ അബ്സോർപ്ഷൻ പറയുമ്പോഴും ഗ്ലൂക്കോസും അമിനോ ആസിഡ്സ് ഒക്കെ പറഞ്ഞെങ്കിലും എന്തുകൊണ്ടാണ് എല്ലാത്തിലും എക്സാമ്പിൾസ്? നമ്മുടെ ബോഡിയിൽ ഇത്രയും ബയോമോളിക്യൂൾസ് ഉണ്ട്, അത് പല സാഹചര്യം അനുസരിച്ചാണ് അബ്സോർപ്ഷൻ നടക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷനും ഈ മെത്തേഡ് വഴിയും നടക്കുന്നുണ്ട്. സോ വി ഹാവ് സീൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് പാസീവ് ട്രാൻസ്പോർട്ട്. രണ്ടും തമ്മിൽ ഡിഫറൻസ് ശ്രദ്ധിക്കാം. മോണോഗ്ലിസറൈഡ്സ്, ഡൈഗ്ലിസറൈഡ്സ് ആൻഡ് ഫാറ്റി ആസിഡ്സ്, ലിപ്പിഡ്സിൻ്റെ അബ്സോർപ്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. മോണോഗ്ലിസറൈഡ്സ്, ഡൈഗ്ലിസറൈഡ്സ് ആൻഡ് ഫാറ്റി ആസിഡ്സ് കനോട്ട് ബി അബ്സോർബ്ഡ് directly as they are water insoluble. അപ്പോൾ ലിപ്പിഡ്സ് ഡൈജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫാറ്റ് മോളിക്യൂൾസിൻ്റെ ഡൈജഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്ട്സ് മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ്, ഫാറ്റി ആസിഡ്സ് ആണ്. അത് നമുക്കറിയാം, നമ്മൾ എണ്ണ വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഡിസോൾവ് ആവില്ല, മുകളിൽ പൊന്തി കിടക്കും അല്ലേ. അത് ഇൻസോലിബിൾ ആണ് വാട്ടറിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ മെയിൻ മീഡിയം വാട്ടറാണ്. അപ്പോൾ ഈസിലി ഡയറക്റ്റ്ലി അങ്ങനെ അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കില്ല. സോ അതിനൊരു വേറൊരു മെത്തേഡ് ഉണ്ട്. ലിപ്പിഡ്സിൻ്റെ, അതായത് ലിപ്പിഡ്സിൻ്റെ എൻഡ് പ്രൊഡക്ട്സിൻ്റെ അബ്സോർപ്ഷൻ ഒരു ഡിഫറെൻറ്റ് മെത്തേഡിലാണ് നടക്കുക. ബൈൽ സോൾട്സ് ആൻഡ് ഫോസ്ഫോലിപ്പിഡ്സ് കൺവേർട്ട് ദം ഇൻ ടു സ്മോൾ സ്ഫെറിക്കൽ വാട്ടർ സോളിബിൾ ഡ്രോപ്ലെറ്റ്സ് കോൾഡ് മൈസെൽസ്. അപ്പോൾ ഈ മോളിക്യൂൾസിനെ, അതായത് ലിപ്പിഡ്സിൻ്റെയും ഫാറ്റിൻ്റെയും എൻഡ് പ്രൊഡക്ട്സിനെ ബൈൽ സോൾട്സും ഫോസ്ഫോലിപ്പിഡ്സും നമ്മൾ കണ്ടതാണ് കേട്ടോ, കൺവേർട്ട് ദം ഇൻ ടു സ്മോൾ സ്ഫെറിക്കൽ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ സ്പെറിക്കൽ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഡ്രോപ്ലെറ്റ്സിനെയാണ് മൈസെൽസ് എന്ന് പറയാം. ഈ മൈസെൽസിന്റെ പുറത്തൊരു പ്രോട്ടീൻ കോട്ടും കൂടി വന്നാൽ ഇറ്റ് ബിക്കംസ് കൈലോമൈക്രോൺസ്. കൈലോമൈക്രോൺസ് ആണ് സ്മോൾ ഇൻഡസ്റ്റൈനിലുള്ള വില്ലൈ കണ്ടു. വില്ലയാണ് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ കൂട്ടുന്നത്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വില്ലയാണ് ഈ കാണിച്ചിരിക്കുന്നത്. വില്ലയിലുള്ള ബോഡി ഫ്ലൂയിഡ് ലാക്ടിയൽസ് ഉണ്ട്. വില്ലയിൽ ലാക്ടിയൽസ് എന്ന് പറഞ്ഞാൽ ലിംഫ് ഉള്ള വെസൽസ് ആണ് ലാക്ടിയൽസ്. ഈ ലാക്ടിയൽസിലേക്ക് കൈലോമൈക്രോൺസ് ഡയറക്ട്ലി അബ്സോർബ്ഡ് ആവുന്നു. അപ്പോൾ മോണോഗ്ലിസറൈഡും ഡൈഗ്ലിസറൈഡും ഫാറ്റി ആസിഡും ഡയറക്ട്ലി അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബൈൽ സോൾട്സ് ആൻഡ് ഫോസ്ഫോലിപ്പിഡ്സ് ദർ കൺവേർട്ടഡ് ടു മൈസെൽസ്. മൈസെൽസിന്റെ പുറത്ത് ഒന്നും കൂടി അതിനെ റിഫോം ചെയ്ത് പ്രോട്ടീൻ കോട്ടും കൂടി ഫോം ചെയ്യും. സോ മൈസെൽസ് ഈസ് നൗ termed as chylomicrons. This chylomicrons will be transported into the lacteals in the villi. From lymph, chylomicrons enter blood. അപ്പോൾ ലിംഫിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബ്ലഡിലേക്ക് അത് എൻ്റർ ചെയ്തോളും. ഇങ്ങനെയാണ് ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സിന്റെ എൻഡ് പ്രൊഡക്ട്സ് അബ്സോർപ്ഷൻ ആവുന്നത്. ദെൻ ഓരോ റീജിയനിലും അബ്സോർപ്ഷൻ നടക്കുന്നത്. മൗത്ത്, certain drugs. Stomach, water, simple sugars, some drugs and alcohol. Small intestine, all nutrients including minerals and vitamins. Large intestine, water, some minerals and drugs. ഇതൊക്കെയാണ് ഈ ഓരോ റീജിയൻസിലും അബ്സോർബ്ഡ് ആവുന്നത്. അതിൽ സ്മോൾ ഇൻഡസ്റ്റൈൻ ആണ് മെയിൻ അബ്സോർപ്ഷൻ നടക്കുന്ന സ്ഥലം. ഇറ്റ് ഈസ് എ ചീഫ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഡ്യൂ ടു കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വില്ലൈ എന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് സ്മോൾ ഇൻഡസ്റ്റൈനിലെ ഏറ്റവും അബ്സോർപ്ഷൻ കൂട്ടാനുള്ള ഒരു ഏരിയ ഉണ്ടാവുന്നത് വില്ലയിലാണ്. അതുകൊണ്ട് വില്ലൈ ഉള്ളൊരു സ്പേസ് ആയതുകൊണ്ട് സ്മോൾ ഇൻഡസ്റ്റൈനിലാണ് മെയിൻ അബ്സോർപ്ഷൻ നടക്കുക. ദെൻ അതിൽ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ ലെങ്ത് കാരണം കുറേ ഏരിയ ഉണ്ട്. അതുകൊണ്ട് അബ്സോർപ്ഷൻ അത്രയും സ്ഥലത്ത് കൂടെ ഡൈജസ്റ്റഡ് പ്രൊഡക്ട്സ് മൂവ് ചെയ്യുമ്പോഴൊക്കെ അബ്സോർപ്ഷൻ നടന്നുകൊണ്ടിരിക്കും. ദെൻ കോയിൽഡ് നേച്ചർ. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടും small intestine is the main area of absorption. Absorbed materials are incorporated into tissues for their activities. It is called assimilation. Absorption, digestion കഴിഞ്ഞു, absorption കഴിഞ്ഞു. ഇനി അബ്സോർബ് ചെയ്ത മെറ്റീരിയൽസ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് വഴി ഓരോ ടിഷ്യൂസിലേക്ക് എത്തുന്നു. ആ ടിഷ്യൂസ് അതിനെ യൂസ് ചെയ്യുക, അവരുടെ ഓരോ ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ മെറ്റബോളിക് പ്രോസസ്സിനെ യൂസ് ചെയ്യുമ്പോഴാണ് അത് അസിമിലേഷൻ ആവുന്നത്. അൺഡൈജസ്റ്റഡ്, ഇനി അബ്സോർപ്ഷൻ ഒക്കെ കഴിഞ്ഞ് അസിമിലേഷനും കഴിഞ്ഞിട്ട് ബാക്കി ഡൈജസ്റ്റഡ് ആവാത്ത കുറേ പാർട്ടിക്കിൾസ് സബ്സ്റ്റൻസ് ബോഡിയിലുണ്ട് അല്ലേ. അൺഡൈജസ്റ്റഡ് സബ്സ്റ്റൻസസ് ലൈക്ക് പ്ലാന്റ് ഫൈബേഴ്സ്, ഡെഡ് ബാക്ടീരിയ, ദെൻ ഡൈജസ്റ്റഡ് ആവാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും, എക്സെട്ര ഫ്രോം ഫീക്കസ്. അതാണ് ഫീക്കസ് ആയിട്ട് പുറത്തേക്ക് കളയുക. ഇറ്റ് എൻറ്റേഴ്സ് ദ സീക്കം ത്രൂ ഇലിയോസീക്കൽ വാൽവ്
which prevents the backflow of fecus. അപ്പോൾ ഇലിയോസിക്കൽ വാൽവ് വഴി അത് സീക്കത്തിൽ എൻ്റർ ചെയ്യുന്നു. അവിടെ നിന്ന് ഇറ്റ് ഈസ് ടെമ്പറലി സ്റ്റോർഡ് ഇൻ ദ റെക്ടം, റെക്ടത്തിലാണ് സ്റ്റോർ ചെയ്യുക, ആൻഡ് ആർ എലിമിനേറ്റഡ് ത്രൂ ഏനസ്. ആ പ്രോസസ്സിനെയാണ് ഡിഫീക്കേഷൻ അല്ലെങ്കിൽ ഇജഷൻ എന്ന് പറയുന്നത്. ഇജഷൻ. അപ്പോൾ ഫീക്കസിനെ ഏനസ് വഴി പുറത്തേക്ക് കളയുന്ന, എക്സ്ട്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇജഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫീക്കേഷൻ. അപ്പോൾ അബ്സോർപ്ഷൻ ആണ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയി. ഇനി നൗ വി ക്യാൻ സി വാട്ട് ആർ ദ ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരാവുന്ന ഒരു ഡിസോർഡേഴ്സ്, പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ജോണ്ടിസ്. ജോണ്ടിസ് എന്ന് കാണുമ്പോൾ നിങ്ങൾക്കറിയാം കണ്ണിൻ്റെയൊക്കെ കളർ യെല്ലോ കളറാണ്, ഫേസ് ഒക്കെ യെല്ലോ ഷെയ്ഡ്സ് വരുന്നു. ജോണ്ടിസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഹിയർ ദ സ്കിൻ ആൻഡ് ഐ ടേൺസ് യെല്ലോ കളറിലാവുന്നു ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ബൈൽ പിഗ്മെന്റ്സ്. ബൈൽ പിഗ്മെന്റ്സ് ബിലിറൂബിൻ ആൻഡ് ബിലിവേർഡിൻ ഡെപ്പോസിറ്റഡ് ആകുമ്പോൾ സ്കിന്നും ഐസൊക്കെ യെല്ലോ കളറിലാവും. അത് ലിവർ ഡാമേജിനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഈസ് വോമിറ്റിംഗ്. വോമിറ്റിംഗ് നമുക്ക് പറ്റാത്ത ഭക്ഷണം ചെല്ലുമ്പോൾ ബോഡി അത് പുറത്തേക്ക് കളയുന്നതാണ് വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇജക്ഷൻ ഓഫ് സ്റ്റൊമക് കണ്ടന്റ് ത്രൂ മൗത്ത്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ മെഡുല ഒബ്ലങ്കേറ്റ. ബ്രെയിനിലുള്ള മെഡുല ഒബ്ലങ്കേറ്റയാണ് അത് കൺട്രോൾ ചെയ്യുക. വോമിറ്റിങ്ങിൻ്റെ കൺട്രോൾ വരുന്നത് അവിടെയാണ്. ദെൻ ഡയേറിയ. ഡയേറിയ എന്താണ്? വയറിളകുക. ഫ്രീക്വൻറ്റ് എലിമിനേഷൻ ഓഫ് വാട്ടറി ഫീക്കസ്. ഫീക്കസിനൂടെ വെള്ളവും കൂടി ഡിസ്ചാർജ് ആവുക. അതുകൊണ്ടാണ് ഡയറിയയിൽ ആളുകളോട് വളരെയധികം വെള്ളം കഴിക്കാൻ പറയുന്നത്, കാരണം ഡീഹൈഡ്രേഷനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് റെഡ്യൂസസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്. അപ്പോൾ വെള്ളം വരുമ്പോൾ പെട്ടെന്ന് ഫുഡ് പാസ് ചെയ്യും. വെള്ളമുള്ള ഫുഡ് പെട്ടെന്ന് പാസ് ചെയ്യും. ട്യൂബിൽ കൂടെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ വേഗം പാസ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് പാസ് ചെയ്യുമ്പോൾ എന്ത് അബ്സോർപ്ഷൻ നടക്കില്ല. അപ്പോൾ ബോഡിയിൽ ആവശ്യത്തിന് ന്യൂട്രിയൻസ് ഇല്ലാതെ, അപ്പോൾ അത് അബ്സോർപ്ഷൻ റെഡ്യൂസ് ആവും. ഡയറിയുള്ള ആളുകൾ വളരെയധികം വെള്ളം കുടിക്കണം. ദെൻ കോൺസ്റ്റിപ്പേഷൻ. ഡയറിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കോൺസ്റ്റിപ്പേഷൻ. ഇൻഫ്രീക്വൻറ്റ് എലിമിനേഷൻ ഓഫ് ഡ്രൈ സ്റ്റൂൾ. ഇവിടെ വാട്ടർ ഇല്ലാതെ ഫീക്കസ് ഭയങ്കര കട്ടിയിലിരിക്കും, അപ്പോൾ പാസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിക്രീസ്ഡ് പെരിസ്റ്റോളിസിസ്. കോളൻ റീജിയനിൽ പെരിസ്റ്റോളിസിസ് മൂവ്മെൻ്റ് ഉണ്ട്. ആ പെരിസ്റ്റോൾസിൻ്റെ ഡിക്രീസ് ഒരു മൂവ്മെൻറ്റ് കുറയുമ്പോഴാണ് ഇങ്ങനെ നടക്കുക സാധാരണ. സോ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് മോഷൻ പോവുക, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പാസ് ചെയ്യാനായിട്ട്. ദെൻ ഇൻഡൈജഷൻ. ഇൻഡൈജഷൻ ഭക്ഷണം ദഹിക്കാതിരിക്കുക, ഡൈജഷൻ നടക്കാതിരിക്കുക. ചില ഭക്ഷണങ്ങൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ കണ്ടീഷൻ ലീഡിങ് ടു ഫീലിംഗ് ഓഫ് ഫുൾനെസ് ഡ്യൂ ടു ഇംപ്രോപ്പർ ഡൈജഷൻ. അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ, പ്രത്യേകിച്ച് മൈദയൊക്കെയുള്ള ഫൈബറൊന്നും ഇല്ലാത്ത, മൈദയിൽ ഫൈബറൊന്നും ഇല്ല, അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചാൽ പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കില്ല. അപ്പോൾ നമുക്ക് വയറൊക്കെ ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. ഇറ്റ് ഈസ് ഡ്യൂ ടു പല കാരണങ്ങളും ഉണ്ടാവും കേട്ടോ അതിന്. ഭക്ഷണത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, ചിലത് ആങ്സൈറ്റി ഒരു ഭയങ്കര ആകാംക്ഷ, ആങ്സൈറ്റി ഒക്കെ വരുമ്പോൾ ഉണ്ടാവും. ഇൻആഡ്വക്കേറ്റ് എൻസൈം സെക്രഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഉണ്ടാവും. ഫുഡ് പോയ്സണിങ് വഴി ഉണ്ടാവും. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ, മസാലയൊക്കെയുള്ള ഫുഡ് കഴിക്കുമ്പോൾ അതൊക്കെ കാരണം ഇങ്ങനെ പ്രശ്നം, ഇൻഡൈജഷൻ ഉണ്ടാവാം. ദെൻ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, PEM. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ സഫിഷ്യൻറ്റ് പ്രോട്ടീൻ ശരീരത്തിൽ ചെല്ലാതിരിക്കുക. അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇവിടെയൊന്നും ഇല്ലെങ്കിലും പല സുഡാൻ അങ്ങനെ റീജിയനിൽ പല കൺട്രീസിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് ആവശ്യത്തിന് പോഷകങ്ങൾ ന്യൂട്രിയൻസ് കിട്ടാതിരിക്കുമ്പോഴൊരു അവസ്ഥയാണത്. ഇറ്റ് കോസസ് മെരാസ്മസ് ആൻഡ് ക്വാഷിയോർക്കർ ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻ ഡെഫിഷ്യൻസി വഴി ഉണ്ടാകുന്ന രണ്ട് അസുഖങ്ങളാണ് മെരാസ്മസും ക്വാഷിയോർക്കറും. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ബോത്ത് പ്രോട്ടീൻസ് ആൻഡ് കലോറീസ് ഫൗണ്ട് ഇൻ ഇൻഫൻസ് ലെസ് ദാൻ എ ഇയർ ഇൻ ഏജ്. ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? ചിലപ്പോൾ അമ്മയുടെ പാലിൽ അമ്മയ്ക്ക് തന്നെ ആവശ്യത്തിന് പോഷകങ്ങൾ കിട്ടില്ലെങ്കിൽ ആ പാലിലും പോഷകങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞിന് വേണ്ട പോഷകം കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? അമ്മയുടെ പാലിന് പകരം കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കും, പുറമേ നിന്ന് കൊടുക്കും കുട്ടികൾക്ക്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. ദിസ് ഹാപ്പൻസ് ഇഫ് ദ മദർ ഹാസ് സെക്കൻഡ് പ്രഗ്നൻസി ഓർ ചൈൽഡ് ബ്രത്ത് വെൻ ഓൾഡർ ഇൻഫൻറ്റ് ഈസ് സ്റ്റിൽ 2 years. ചില സമയങ്ങളിൽ ആദ്യത്തെ കുഞ്ഞ് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അമ്മ രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ അമ്മയ്ക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഒരു പ്രോട്ടീൻ റിച്ച്, ഒരു കലറി റിച്ച് ഫുഡൊന്നും മീൻസ് ഫ്രിഡ്ജിലൊന്നും മിൽക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ കേസസിലൊക്കെ ഭക്ഷണം ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ആ സമയത്ത് അമ്മയുടെ പാല് അധികം കൊടുക്കില്ല. കാരണം എന്താ? പ്രഗ്നൻ്റ് ആയ ലേഡീസ് ആകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടും ഒക്കെ കൊടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? പുറമേ നിന്ന് ഭക്ഷണം കൊടുക്കും. അതിൽ ആവശ്യത്തിന് പ്രോട്ടീൻസ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ വരും. അപ്പം അങ്ങനെയുള്ള കേസസിലൊക്കെയാണ് ഈ എനർജി മാൽന്യൂട്രീഷൻ വരാനുള്ള സാധ്യത. അമ്മയുടെ പാല് മാത്രം കുടിക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ പാല് കുടിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വളരെയധികം കുറയും. ചില കേസസിൽ കുട്ടികൾക്ക് പാല് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയിലൊക്കെയാണ് ഇത് വരിക. അതുകൊണ്ട് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ വന്നാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, സിംറ്റംസ് ഇതൊക്കെയാണ്.
ഇംപെയർഡ് ഗ്രോത്ത് ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല. റീപ്ലേസ്മെന്റ് ഓഫ് ടിഷ്യൂ പ്രോട്ടീൻസ്, അപ്പോൾ ആ പ്രോട്ടീൻ ആവശ്യത്തിന് ടിഷ്യൂ പ്രോട്ടീൻസ് ഒക്കെ റീപ്ലേസ് ചെയ്യും. എക്സ്ട്രീം ഇമാസിയേഷൻ ഓഫ് ബോഡിയുടെ കണ്ടീഷൻ കണ്ടറിയാം, വളരെയധികം ഒട്ടും എനർജി ഇല്ലാത്ത രീതിയിൽ വളരെയധികം എന്താ പറയുക ഒരു തിന്നായിട്ട് ബോൺസ് ഒക്കെ ഒട്ടും ഫാറ്റ് പോലെ ഒരു കലോറീസും ബോഡിയിൽ ഇല്ല എന്ന് ക്ലിയർ ആവുന്ന രീതിയിലാണ് ബോഡി ഇരിക്കുക. തിൻ ലിംസ്, ഡ്രൈ തിൻ റിങ്കിൾഡ് സ്കിൻ, ഡിക്ലൈൻഡ് ഗ്രോത്ത് റേറ്റ് ആൻഡ് ബോഡി വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല, പ്രായത്തിലുള്ള കുട്ടികളുടെ ബോഡി വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇംപെയർഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ബ്രെയിൻ ആൻഡ് മെന്റൽ ഫാക്കൽറ്റീസ്, അപ്പോൾ എല്ലാ ഡെവലപ്മെന്റും ഇംപെയർഡ് ആവും, ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല. ആവശ്യത്തിന് എനർജി പ്രോട്ടീനൊന്നും കിട്ടാത്തതുകൊണ്ട് ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല. റീസെന്റ് റീപ്ലേസ്മെന്റ് ഓഫ് മദേഴ്സ് മിൽക്ക് ബൈ എ ഹൈ കലോറി ലോ പ്രോട്ടീൻ ഡയറ്റ് ഇൻ എ ചൈൽഡ് മോർ ദാൻ 1 year in age. അപ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാവാനുള്ള ഒരു കാരണം ഇതാണ്, അമ്മയുടെ പാലിന് പകരം പ്രോട്ടീൻ കുറവുള്ള ഭക്ഷണം പുറമേ നിന്ന് കൊടുക്കുക, പാല് കൊടുക്കാതെ വേറെ ഭക്ഷണം കൊടുക്കുക. ചിലപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സുഖമില്ലാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അമ്മ സെക്കൻഡ്ലി അടുത്ത പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും കേസസിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കേസസിൽ കുട്ടിക്ക് വേണ്ട പോഷകം കിട്ടാതിരിക്കും. പ്രത്യേകിച്ച് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായി അമ്മയുടെ പാല് കൊടുത്തിരിക്കണം. അല്ലാത്തൊരു കേസസിലൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ വളരെയധികം എന്താണ് അമ്മയും വളരെ എനർജി ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്ത ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് ആവശ്യത്തിന് പാലില്ലാതിരിക്കും. അങ്ങനെയുള്ള കേസസിലൊക്കെ ഈ ഒരു കണ്ടീഷൻ കാണാറുണ്ട്. ലൈക്ക് മെരാസ്മസ്, ഇറ്റ് ഷോസ് വേസ്റ്റിംഗ് ഓഫ് മസിൽസ്, തിന്നിങ് ഓഫ് ലിംസ്, ഫെയിലിയർ ഓഫ് ഗ്രോത്ത് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റ്, എല്ലാം പുവറായിരിക്കും, പുവർ ഡെവലപ്മെന്റ് ആയിരിക്കും. ബ്രെയിൻ ഡെവലപ്മെന്റ് ഗ്രോത്ത് ഒക്കെ കുറവായിരിക്കും. പിന്നെ ബോഡിയിൽ അവിടെ നീര് വന്ന പോലത്തെ ഒരു അവസ്ഥ, എക്സ്റ്റെൻസീവ് ഈഡിമ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ബോഡി പാർട്സ് പ്രത്യേകിച്ച് വയറൊക്കെ വളരെ സ്വെല്ല് ചെയ്തിരിക്കും, നീരൊക്കെ കാണും. ഇതൊക്കെയാണ് ഒരു സിംറ്റംസ്. സോ ഈ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആയി.